ഗാസ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ ലോക നേതാക്കളുടെ വിമർശനത്തെ ഇസ്രായേൽ ശക്തമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സുരക്ഷാ മന്ത്രിസഭ അംഗീകരിച്ച പദ്ധതിയിൽ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള 5 കാര്യങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഹമാസിനെ നിരായുധീകരിക്കുക, എല്ലാ ബന്ദികളെയും തിരികെ കൊണ്ടുവരിക, ഗാസ മുനമ്പിനെ സൈന്യവൽക്കരിക്കുക, പ്രദേശത്തിന്റെ സുരക്ഷാ നിയന്ത്രണം ഏറ്റെടുക്കുക, പാലസ്തീനോ ഹമാസോ അല്ലാത്ത മറ്റൊരു ബദൽ സിവിൽ ഭരണകൂടം സ്ഥാപിക്കുക തുടങ്ങിയവയാണ് മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ. മുഴുവൻ ബന്ദികളെയും മോചിപ്പിച്ചു കഴിഞ്ഞാൽ ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇതിന്റെ ഭാഗമായി ഏകദേശം 10 ലക്ഷം പേരെ മാറ്റിപ്പാർപ്പിക്കാനാണ് ഇസ്രായേലിന്റെ തീരുമാനം. ഇതോടെ മധ്യ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളുടെയും ബന്ദികളെ തടവിലാക്കിയിരിക്കുന്നതായി കരുതപ്പെടുന്ന പ്രദേശങ്ങളുടെയും നിയന്ത്രണം സൈന്യം ഏറ്റെടുക്കും. ഗാസയിലെ ജനസംഖ്യയുടെ ബഹുഭൂരിപക്ഷവും യുദ്ധം മൂലം ഇതിനകം തന്നെ പലായനം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ 10 മടങ്ങ് പേർ ഇനിയും പലായനം ചെയ്യേണ്ടിവരും. യുദ്ധം ഗാസയിൽ കൊടിയ ക്ഷാമമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം കാരണക്കാർ ഇസ്രായേൽ മാത്രമാണെന്ന ഹമാസിന്റെ അജണ്ട ഇതിനോടകം തന്നെ ഫലപ്രദമായ രീതിയിൽ അവർ വിറ്റഴിക്കുകയും ചെയ്തിരിക്കുന്നു. ഹമാസ് ഉയർത്തുന്ന ഇരവാദം ഹമാസിന്റെ തന്നെ സൃഷ്ടിയാണെന്ന സത്യം വിസ്മരിക്കാനാവുന്നതല്ല. ഹമാസ് ഇസ്രായേലിൽ നിന്ന് ബന്ദികളാക്കി കൊണ്ടുപോയവരിൽ 50ഓളം പേർ ഇപ്പോഴും ഗാസയിൽ തടവിൽ കഴിയുകയാണ്. ഇതിൽ തന്നെ 20ഓളം പേർ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത്. നെതന്യാഹു സർക്കാരിനെതിരെ ഇസ്രായേലിൽ നടന്ന പ്രക്ഷോഭത്തിന് പിന്നിലും ബന്ദിമോചനമായിരുന്നു വിഷയം. ഹമാസ് 2 വർഷമായി ബന്ദികളാക്കി വെച്ചിരിക്കുന്നവരെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഹമാസ് തന്നെ പുറത്തുവിട്ട ഇസ്രായേൽ ബന്ദി ഇവ്യാത ഡേവിഡിന്റെ ദൃശ്യങ്ങളിൽ അയാൾ മെലിഞ്ഞുണങ്ങി സ്വന്തം ശവക്കുഴി തന്നെ കുഴിക്കുന്നത് കാണാം. എന്നാൽ ഇതധികമാരും ഹമാസിന്റെ ക്രൂരതയുടെ നേർചിത്രമായി എടുത്തു കാണിച്ചിട്ടില്ലെന്ന് വേണം കരുതാൻ. മോചിപ്പിക്കപ്പെട്ട ബന്ദികളും മറ്റുള്ളവരെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. എന്നാൽ ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കിയാൽ വിലപേശുവാനുള്ള ഹമാസിന്റെ നീക്കത്തെ അത് പിന്തുണയ്ക്കുവാനും സാധ്യതയുണ്ട്. ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ ഭാവിയിൽ വരാനിരിക്കുന്ന ഭീഷണികളും ഇസ്രായേലിന് തടയണം. അതിന് തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കുവാനും മേഖലയുടെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കുവാനുമാണ് നെതന്യാഹുവിന്റെ ശ്രമം.